അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ പൂരി ബജി ഉണ്ടാക്കാം. പൂരി ബജി പെട്ടെന്ന് ഒരു 25 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു 15 പൂരീസ് അതിനുള്ള ബജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഭയങ്കര എളുപ്പമാണ്. രണ്ട് പാരലി ചെയ്യണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുറേ പേരൊക്കെ ഇതിൽ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് കമൻസിലിടണേ. അപ്പോൾ ഇതാണ് ബജി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഒരു 3 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ വെള്ളം വേണം, പിന്നെ പച്ചമുളക്, സവാള, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വേണം. അപ്പോൾ ഈ 2 കളർ വേരിയേഷൻ കാണുന്നത് രണ്ടും ഉരുളക്കിഴങ്ങാണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇത്രയും ഒരു 1/4 സ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇടാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ. അപ്പോൾ വെള്ളം കുറച്ച് വാട്ടറി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് പ്രഷർ കുക്കറിൽ വേവണ നേരം കൊണ്ട് നമുക്ക് പൂരിക്കുള്ള കുഴയ്ക്കാം. അപ്പോൾ 15 പൂരിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടയാണ്. 240 ml 3 കപ്സ് ആട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് കുഴയ്ക്കാൻ, കുറച്ച് ഉപ്പും, ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കുഴയ്ക്കുമ്പോൾ. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് അതനുസരിച്ച് കുഴച്ചെടുക്കണം. ഭയങ്കര മയത്തിലൊന്നും കുഴക്കേണ്ട. അത് ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക ആദ്യം. ഓക്കെ, എന്നിട്ട് ഒരു സ്പൂൺ ഏത് ഓയിൽ ഉപയോഗിക്കാൻ വെച്ചാൽ അത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയിലാണ് പൊരിക്കാൻ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി പൂരി നമ്മൾ പൊരിക്കുമ്പോൾ പൂരി അധികം എണ്ണ കുടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ലാസ്റ്റ് ഒരു ഇത്തിരി കുഴയ്ക്കണത്. ഇനി മാവ് നമ്മൾ കുറച്ച് വെച്ചേക്കണ മാവ് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇരിക്കണം. ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മുടെ പൂരി നന്നായി നല്ല സോഫ്റ്റ് ആവാനും പൊങ്ങാനും വേണ്ടിയിട്ട് ആവശ്യമാണ്. അതിൻ്റെ സയൻറ്റിഫിക് റീസൺസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പൂരി അവിടെ റെഡി ആവണ പൂരിയുടെ മാവ് റെഡി ആവണ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ബജി വെന്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പ്രഷർ തുറന്ന് നമുക്കിത് താളിച്ചെടുക്കണം. ഇനി ഇതിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം. ഞാൻ വറ്റിക്കണില്ല കേട്ടോ. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൽ വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചു. അതാണ് ബ്ലാക്ക് കളറിൽ എടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കടുകിട്ടു, മുളകിട്ടു. ഇനി വേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ താളിക്കൽ കഴിഞ്ഞു. ഈ സാധനം എടുത്ത് നമ്മുടെ ബജിയിലേക്ക് ഒഴിച്ചാൽ ബജി റെഡി. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് പൂരിക്ക് മാത്രമല്ല, ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, പൊറോട്ടയ്ക്ക് ഒക്കെ അത് നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പൂരിയുടെ പണി തുടങ്ങാം. അപ്പോൾ പൂരി പരത്തണതിൻ്റെ മുമ്പ് പരത്തണതിൻ്റെ അടിയിൽ ഒരു തുണി ഇടുകയാണെങ്കിൽ നമ്മൾ ആ പരത്തണ പലക അങ്ങോട്ട് നീങ്ങി പോകാതിരിക്കും. അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ലെമണിൻ്റെ സൈസുള്ള പീസസ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ആദ്യം നന്നായിട്ടൊന്ന് ഊറ്റണം. എന്തിനാണെന്നറിയാം, നമ്മളെ മാവ് നന്നായിട്ടൊന്ന് പതാവുകയും ചെയ്യും. പിന്നെ ഈ ഫോൾഡില്ലാതെ നമ്മൾ വട്ടത്തിലാക്കിയെടുക്കണം. പൂരി വട്ടത്തിൽ പരത്താനുള്ള ഒരു ഐഡിയയും കൂടിയാണത്. നമ്മൾ ആ കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തി വട്ടത്തിലാക്കിയിട്ടാണ് നമ്മൾ പരത്തി തുടങ്ങണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പൂരി കറക്റ്റ് വട്ടത്തിൽ തന്നെ ഒരേ തിക്നെസ്സിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടല്ലേ, ഭയങ്കര എക്സ്പോർട്ടൊന്നും ആവണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അത് വട്ടത്തിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം. അത്രയും തിക്നെസ്സിൽ നമ്മൾ പരത്തണം. ബട്ടൂരയുടെ അത്രയും തിക്നെസ് വേണ്ട, എന്നാൽ ഭയങ്കര തിന്നാക്കാനും പാടില്ല ചപ്പാത്തി മാതിരി. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിൽ പൊരിക്കാൻ പോകണം പൂരി. അപ്പോൾ പൂരി പൊരിക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയുടെ ചൂട് നല്ല ചൂടിൽ വേണം കേട്ടോ പൂരിയുടെ. കറക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കി കഴിയുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചൂടിലാണെന്നാണ്. അപ്പോൾ ആ പീസ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇനി പൂരി പൊരിച്ച് തുടങ്ങാം കേട്ടോ. എണ്ണ തിളച്ചിരിക്കുകയാണ്, എല്ലാവരും സൂക്ഷിച്ചിടണം സൈഡിൽ കൂടെ. അത് പൂരി ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന സൈഡിലെ പൊങ്ങാത്ത ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റേ സൈഡും പൊങ്ങി വരും. നല്ല അടിപൊളി പൂരി. അങ്ങനെ നമുക്കിനി 1 by 1 ആയിട്ട് എല്ലാ പൂരിയും പൊരിച്ചെടുക്കാം. ഏകദേശം ഈ അളവിൽ 240 ml കപ്പിൽ 3 കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 15 to 16 പൂരീസ് ഉണ്ടാക്കാം ഈ വലുപ്പത്തിലുള്ള കേട്ടോ. അപ്പോൾ ഇനി വേഗം നമുക്ക് പരത്താം, പെട്ടെന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി ബജി ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും everybody take care and till that time bye bye.
ഞാൻ പൂരി കഴിക്കട്ടെ കേട്ടോ.